ഇന്ന് ഞങ്ങൾക്കൊരു വീക്കെൻഡാണ്. വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽസ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. കാരണം 2 ദിവസം ഹോളിഡേ ഒക്കെ കിട്ടുന്നതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആരംഭം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, പുതിനയില റൈസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പുതിനയിലയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പുതിനയില ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നട്ടുപിടിപ്പിച്ചതായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടും അതങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പുതിനയൊന്നും പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകത്തില്ലല്ലോ. പിന്നെ ഒരു പാനിലേക്ക് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന എല്ലാ സ്പൈസസും ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് സവാള ചേർക്കാം. എനിക്ക് പുതിനയിലയുടെ ടേസ്റ്റ് വരേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അധികം സവാള ചേർത്തിട്ടില്ല. സവോളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ച പുതിനയിലയും പച്ചമുളകിൻ്റെയും മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു റൈസിനൊരു ചെറിയ പുളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് റൈസ് ഒന്ന് മുക്കാൽ വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ബിരിയാണിയുടെ ഒരു ഏകദേശ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെ ഇതും കഴിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരു റൈസാണ് ഈ പുതിന റൈസ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഈ റൈസിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇങ്ങനെയുള്ള റൈസൊക്കെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.